ലിബേ മോളെ വിളിച്ചേ കൊടുത്തു പോണേ. ചേട്ടാ സോറി ചേട്ടാ, എൻ്റെ കൺസെപ്റ്റ് ഇതൊന്നുമല്ല. വീട്ടുകാരെ പേടിച്ചിട്ടാണ് ഈ വേഷം കെട്ടൊക്കെ വെക്കുന്നത്. സാറിനോ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, എനിക്ക് തന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞോളാം. അയ്യോ ചേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ, ഇവർ വേറെ ഏതെങ്കിലും കോതന കൊണ്ടുവന്ന് തരും. അങ്ങനെയല്ല, ചേട്ടനെന്നെ ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പ്? അതില്ലേ എനിക്കൊരു ഇഷ്ടമുണ്ട്, ചേട്ടനെന്ന് ഒളിച്ചോടെ ഹെൽപ്പ് ചെയ്യോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല ചേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ, പ്ലീസ് 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 ചേട്ടാ. എന്താ പ്രശ്നം? എങ്ങോട്ടെങ്കിലും കുറച്ചാൾ മാറിയില്ല ഇവരെ എന്നെ വിളിച്ച് കയറ്റിക്കോട് പ്ലീസ് ചേട്ടാ. അധികം ഒന്നും വേണ്ട, ഒരു 3-4 ദിവസം എന്നുള്ള സെറ്റപ്പ് ചേട്ടൻ ഉണ്ടാക്കി തന്നെ. എവിടെയാടാ അവള്? മിണ്ടല്ലടാ. നീ വേണ്ടരുത്. പെണ്ണ് കണ്ടുകൊണ്ടിനെ ഒളിച്ചോടാൻ സാധിക്കുന്ന ലോകത്തെ മണ്ടൻ നീയാണ്. ഇതിന് കൂട്ടുവയ്ക്കാൻ വേറെ മണ്ടൻ. അപ്പൊ നീയാടാ? അവളുണ്ട് വിളിച്ചോണ്ട് ചാടി. ചേട്ടാ ഭയങ്കര ഹൈറ്റ് ആണല്ലോ, ഞാനിങ്ങനെ ചാടും. അവക്കൊരു ഏണി വെച്ചു കൊടുക്കണമെന്നാ നീ? അവളെ എണിയാണ്. നീ പണി നീ ചാടി, ഞാൻ പിടിച്ചോളാം. പിടിക്കോ? ആ ചാട്. താഴെ താഴെ. അല്ല നിന്റെ പോടാമെന്നവനോട്. അവനെ ജംഗ്ഷനിലുണ്ട്. ചാട്ടാവണെന്നേ. എടാ നീ ടെൻഷൻ അടിക്കാൻ നോക്കണം, ശരിയാവും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കണത്? പതുക്കെ പോയാ മതി. നിനക്ക് തിരിയുന്നുണ്ടാവില്ല, ഇത് ഞങ്ങളുടെ ഇത് ആദ്യമായിട്ടാണ് സിനിമയിലേക്ക് സ്റ്റാർട്ടായി. റിസോർട്ട് എത്തി. എന്നെ ഞാനെന്ത് ചെയ്യാനാ, എണീറ്റിക്ക്. ഞാൻ എൻ്റെ വാക്ക് പാലിച്ച് ഹൈ റേഞ്ചിൽ നല്ല പ്രീമിയം സെറ്റപ്പിലുള്ള റിസോർട്ട്. ഇതിന് നല്ല റിസോർട്ട് നിങ്ങൾക്ക് ഈ കേരളത്തിൽ കിട്ടാനില്ല. ഹണിമൂണിനൊക്കെ പറ്റിയ സ്ഥലമാണ്, പൂളൊക്കെ ഉണ്ട്. ഇതിനും വലിയ എന്ത് അഡ്വഞ്ചർസാണ് വേണ്ടത്? 30 ഏക്കറുള്ള ഫാം സ്റ്റേ ആണ്. കൊടുങ്കാട്, വാട്ടർഫോള്, പിന്നെ ട്രക്കിംഗ്. ഇത് പോരെ, എന്തെങ്കിലും ചെയ്യും. പ്ലേയിങ് ഏരിയ, ഓപ്പൺ തിയേറ്റർ ഒക്കെ ഉണ്ട്. നൈറ്റ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ആകാശമൊക്കെ നോക്കി ആസ്ട്രോണമി വെറുതെ മാനം നോക്കിയിരിക്കാല. അയ്യോ അപ്പൊ ഫുഡൊന്നുമില്ലേ? ഫുഡ് ഇല്ലേന്നാ? ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിന് വെജിറ്റബിൾസ്, വെജിന് വെജ്, നോൺ വെജിന് നോൺ വെജ്. സ്വന്തം ഫാമിലെ സൈസസ് വെച്ച് എന്ത് വേണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2-3 ദിവസം ഇവിടെ നമുക്ക് നിന്നാലോ? ഒന്ന് പോയടാ, എനിക്ക് എന്റെ വീട്ടിൽ പോകണം. ഈ ചേട്ടൻ പോവല്ലേ? അപ്പൊ നമ്മളെങ്ങനെ കല്യാണം കഴിക്കും? ഞാൻ ഈ ചേട്ടൻ്റെ വീട്ടിൽ വിളിച്ചോടി വന്ന്. ഇവൻ എന്റെ ബെസ്റ്റി. നിങ്ങളെ വെസ്റ്റ് ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് വിടാനാ? നിങ്ങൾ എന്തൊക്കെയാ പറയണേ, ഒന്ന് തെളിച്ച് പറ. ചേട്ടൻ എൻ്റെ കുഞ്ഞാളിൽ മുതൽ ആഗ്രഹമാണ് എനിക്ക് ഒളിച്ചോടി കല്യാണം കഴിക്കണമെന്ന്. വീട്ടിൽ പറഞ്ഞ് നടക്കൂലല്ലോ, ഞാൻ ഈ ഒരു വഴിയുണ്ടല്ലോ, പ്ലീസ് ചേട്ടാ. നിനക്ക് ഭ്രാന്തണ്ടാ? ഞാൻ വീട്ടിൽ പറയാതെ കല്യാണം ഒന്നും കഴിക്കൊന്നുമില്ല. അതിന് വീട്ടിലറിഞ്ഞില്ലെന്ന് ആരാ പറഞ്ഞ? ഇപ്പൊ വീട്ടുകാർ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ലെറ്റർ എഴുതി വെച്ചിട്ടാണ്. അപ്പിന് നാട്ടിൽ കാലുകുത്താൻ പറ്റൂല. ഒരു കാഴ്ച നമുക്ക് ഇവിടെ അടിച്ചു വിളിക്കാം. വരാൻ നിനക്കൊരു